And this is Good Food with Tinku. Okay, what is so special about this evening? There's so much of speciality for this evening, you know what? Because സാധാരണ നമ്മൾ ഷൂട്ടിന് പോകുമ്പോൾ നമ്മൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെയാണ് ഷൂട്ടിന് പോകാറ്. പക്ഷേ ഇത് ഈവനിങ് ആണ് ആൻഡ് ഇറ്റ്സ് സോ നൈസ്. ഇറ്റ്സ് ലൈക്ക് ഗെറ്റിംഗ് ഡോൺ. ആൻഡ് ദോശ എല്ലാ സ്ഥലത്തും നമ്മൾ പോയി കഴിക്കാറുണ്ട്. എവിടെ wherever you go to any hotel in Kerala, you can find doshas. Dosha, masala dosha, that's it. Knee roast, masala dosha or something else. But not like, 100 and I don't know how many doshas. Are you getting any idea where I'm standing right now? I'm standing right in front of 36 Pai Brothers Fast Food. Okay, what is this 36? I do not know. But this is one of the most famous places in South India, I would say. Inganore Dosha Center, okay, this is like what, 36 Pai Brothers Fast Food. 36 Pai Brothers, I do not know what is the meaning or what do they mean by 36. It's not just 36 dosas, I know that, because they have somewhere about 100 and something dosas. ഇവിടെ വരുന്ന ആർക്കും അത്രയും ദോശ ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ that's their speciality and I'm sure anywhere in South India you would find a place like this and this is called Pai Brothers in short. കൊച്ചിയിൽ ഒരു ഈവനിങ്ങിൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി ഉണ്ടാവില്ല കൊച്ചിയിൽ ഇവിടെ വരാത്തൊരു ഫാമിലി. എല്ലാ ദിവസവും ഫാമിലി ക്രൗഡ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഈക്വലി ഫേവറേറ്റ് ഫോർ ഓഫ് യങ്സ്റ്റേഴ്സ് ഓൾസോ. അപ്പോൾ ഇവരുടെ എന്തൊക്കെയാണ് വൈ ഡു പീപ്പിൾ കം ഹിയർ സോ മച്ച്? ഐ മീൻ ആദ്യം ഒരു കുട്ടി സ്ഥലത്ത് തുടങ്ങിയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് they have actually gotten to this place. This is like now there is like more space for people to come and have it. So we'll go and meet the person who brought in this idea of like Pai Brothers, who started it, how many people are doing this and all those things. And you can hear that dosha ingana chuduna sound okke kekkunnu. Dosha maatralla, you get eggs, egg dosa, kada fry, so many things. So let's go inside and check how do they make dosas and also the man behind the entire project. Pai dosa കഴിക്കാൻ വരുമ്പോൾ ഇങ്ങനെ ഒരാൾ ഇവിടെ നിന്ന് ആരും മിസ് ഔട്ട് ചെയ്യാൻ പോകില്ല. ഹി ഈസ് മിസ്റ്റർ ശിവാനന്ദ പൈ. അങ്കിൾ, ആരാണ് ഈ ദോശ തുടങ്ങിയത്? ഇങ്ങനെ ഒരു സംഭവം, കാരണം ഇത് എന്റെ ചേട്ടൻ പുരുഷോത്തമൻ പൈ. അപ്പൊ ഈ പൈ എന്ന് പറയുന്നത് കേരളൈറ്റ്സ് അല്ലല്ലോ, അവര് പൈ എന്ന സ്ഥാനപ്പേരാണ്. ഈ ഗൗഡസാര സുബ്രഹ്മണ്യത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് പൈ. അപ്പൊ ബേസിക്കലി കേരളൈറ്റ്സ് ആണോ നിങ്ങൾ? ശരിക്കും 500 കൊല്ലങ്ങൾ മുമ്പ് ഗോവയിൽ നിന്ന് വന്നാണ്. ഗോവയിൽ നിന്നാണോ? 500 കൊല്ലങ്ങൾക്ക്. ഓക്കെ. അപ്പൊ അവിടുന്ന് ഞാനൊക്കെ ഇവിടെ തന്നെ, എന്റെ അച്ഛനൊക്കെ ഇവിടെ തന്നെ, അച്ഛന്റെ അച്ഛനൊക്കെ ഇവിടെ തന്നെ. പിന്നെ എപ്പോഴും ഇവിടെ എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ വരുന്ന ഒരാളും പൈദോശ മിസ് ചെയ്യില്ല. പിന്നെ അത് മാത്രമല്ല കൊച്ചിയിലുള്ള ഒരു ഫാമിലി ഇല്ല ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിട്ട് പൈദോശ കഴിക്കാതെ. ഇപ്പൊ കൂടുതൽ ഫാമിലി ക്രൗഡ് വന്നു, കാരണം പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ പണ്ട് എല്ലാവരും ചിലപ്പോൾ പാർസലൊക്കെ എടുക്കും, കാരണം ഇവിടെ ഇപ്പൊ കുറച്ചുകൂടെ സ്പേസും സാധനങ്ങളൊക്കെ അല്ലേ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 36 Pai Brothers, അതെന്താ 36 എന്താണ്? 36 നമ്മുടെ ലക്കി നമ്പർ അതാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 36 ദോശയാണ് ഞങ്ങളുടെ ട്രേഡ് മാർക്ക്. പക്ഷെ ഇവിടെ 36 ദോശ ഇവിടെ ഇപ്പൊ 185 ദോശയുണ്ട്. 36 ദോശയിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അത് ശരി, 36 നമ്പേഴ്സ് ദോശ. പക്ഷെ 36 തുടങ്ങി ഇപ്പൊ 155 dosas in different varieties is not a small thing, because എങ്ങനെ 185 dosas ഇത്രയും ഇത് സംഭവം എവിടുന്ന് വന്ന്? ഇത് 185 ഇതുണ്ട് ബോർഡിൽ എടുക്കുമ്പോൾ നമ്പർ. ഓ, ഇത് 185 നമ്പേഴ്സ് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 185 നമ്പേഴ്സ് ഉണ്ട്. ഇത് ആരാണ് തുടങ്ങിയത് ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ദോശ? ഇത് നമുക്ക് തൊഴിലൊന്നും ഇല്ലാത്ത സമയത്ത് റോഡിലേക്ക് വീട്ടിൽ ഒളിഞ്ഞു കിടക്കുന്ന സാധനമാണ് ഇത് ദോശ. അത് റോഡിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ ചേട്ടൻ തന്നെ, ആനന്ദപ്പൈ എന്ന് പറഞ്ഞ ആളാണ് എന്റെ രണ്ടാമത്തെ ചേട്ടൻ. ആനന്ദപ്പൈ ഞങ്ങൾ ആള് പ്രദേശത്തും കൂടി തുടങ്ങിയതാണ്. റോഡിലേക്ക് ഗ്യാസ് അടുപ്പും ഈ അടുപ്പെല്ലാം കൊണ്ട് ആൾക്കാരുടെ മുമ്പിൽ ദോശ ഉണ്ടാക്കി കൊടുക്കുക. ചെറിയ ദോശയെ മാത്രമായിരുന്നു ആ കാലത്ത്. ചെറിയ ദോശ, തട്ടുദോശ, അതാണ് തട്ടുദോശ. തട്ടുദോശ ഓംലേറ്റും മാത്രമായിരുന്നു. അത് വിപുലീകരിച്ചാണ് 185 ദോശ ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാത്രല്ല, ഈ 155 ദോശ എവിടെയൊക്കെ പോയി? അതാണ് ഏറ്റവും രസം അല്ലേ. എവിടെയൊക്കെ പോയി നിങ്ങൾ ഈ 150 ദോശ? ദുബായിലുണ്ടായിരുന്നു ഷോപ്പ്. പിന്നെ ദുബായിൽ കേരളത്തിന്റെ ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ മാത്രം ഫുൾ പോയിട്ടുണ്ട്. കവറേജസ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. എല്ലാവർക്കും എല്ലാ തുറകളിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. ഇതൊരു രാത്രി ജനങ്ങൾക്ക് വരുന്ന ഒരു സേവനം കൂടിയാണ്. അത് മാത്രല്ല, രാത്രി ഇന്നലെ നമ്മള് എല്ലാരും കൂടിയിട്ട് ഒരു 10:30 10:45 വന്നപ്പോഴും ഇത് തുറന്നിരിക്കുന്നുണ്ടായിരുന്നു. എത്ര മണി വരെ തുറക്കും? വൈകുന്നേരം 5 മണി തൊട്ട് രാത്രി 1:30 മണി വരെയാണ് ഇതിന്റെ. അങ്ങനെ വർക്ക് ചെയ്യുന്ന സ്ഥലവും കുറവാണ്. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 1:30 വരെ. സൺഡേ ഉണ്ടാവോ? എല്ലാ ദിവസവും ഉണ്ട്. ഇന്ന് സൺഡേ അല്ലേ?
പറയുമ്പോൾ ഇന്ന് സൺഡേ ആണല്ലോ എന്നാൽ അത് മാത്രമല്ല ഞങ്ങൾ വൈകുന്നേരം വന്ന് ഷൂട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം ഇതാണല്ലോ വൈകുന്നേരം ഇങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട് ബട്ട് ദാറ്റ്സ് ഓക്കെ. അപ്പം ചേട്ടൻ ഇപ്പം പണ്ട് ചേട്ടന് ദോശ ഉണ്ടാക്കുമായിരുന്നു അപ്പൊ ഇപ്പൊ ആരാണ് ഇവിടെ ആരൊക്കെയാ നിൽക്കുന്നത്? ഇപ്പൊ ചേട്ടന്റെ മക്കളാണ് അത് നിൽക്കുന്നൊക്കെ എന്റെ ചേട്ടന്റെ മക്കളാണ്. പിന്നെ 4-in-1 എന്നുള്ള ദോശ ഉണ്ട്. 4-in-1 ബട്ടർ എഗ് ഒണിയൻ ടൊമാറ്റോ മസാല. ബട്ടർ എഗ് ഒണിയൻ ടൊമാറ്റോ മസാല ഈ 4 ചേരുവകൾ ചേർന്ന് ഒറ്റ ദോശ. അതാണ് ദോശകളുടെ രാജാവ്. ഇവിടെ ദോശക്ക് രാജാവും ഉണ്ട്. രാജ്ഞി വല്ലതും ഉണ്ടോ? രാജ്ഞി ഉണ്ട്. ഒണിയൻ പൊടി ഒണിയൻ ടൊമാറ്റോ മസാല. പൊടി ഒണിയൻ ഓക്കെ. രാജ്ഞിയായി രാജാവായി രാജ്ഞിയായി മക്കളുണ്ടോ? മക്കളാണ് മറ്റുള്ളതൊക്കെ. അത് ശരി, ബാക്കിയൊക്കെ മക്കളാണ്. പക്ഷെ ഈ രണ്ടുമാണ് രാജാവ് രാജ്ഞി. പിന്നെ ഞാൻ വേറൊരു കണ്ടു ഹമ്മൻ എഗ് ദോശ സ്പൈസി. ഹുമ്മൻ അത് കൊങ്ങിണി ഭാഷയിലെ ഒരു ഭാഷയാണ് ഹുമ്മൻ. ഹുമ്മൻ എന്ന് വെച്ചാൽ എരിവുള്ള അച്ചാർ എന്നാണ് അർത്ഥം. എരിവുള്ള ഒരു അച്ചാറുണ്ട് നമ്മുടെ ആൾക്കാർ. ആ അച്ചാറും ദോശപ്പൊടിയും മറ്റുള്ള എരിവുകൾ ചേർത്ത് ദോശയിൽ വെച്ചിട്ട് എഗ് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്ത് കൊടുക്കും. അതാണ് ഹുമ്മൻ എഗ് ദോശ. സ്പൈസിയാണ് ദോശ. ആൾക്കാർക്ക് എരിവുള്ള ദോശ വേണ്ടി വരും. അപ്പൊ എരിവുള്ള കൊടുക്കും. ജഡ്ജിമാര്, വക്കീലന്മാര്, എഞ്ചിനീയേഴ്സ്, സിനിമ ഫീൽഡിലുള്ള എല്ലാ നടന്മാരും, എല്ലാ രാഷ്ട്രീയക്കാരെല്ലാരും വന്നിട്ടുണ്ട്. എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. ആൻഡ് ഞാൻ ഒരു കാര്യം വെച്ചാൽ നമ്മളെല്ലാവരും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കൗണ്ടറിന്റെ അവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നിൽക്കും. ഇവിടെ എല്ലാം ടേക്ക് അവേ ആണ്. അതെന്താ കൊണ്ടു കൊടുക്കത്തില്ല. നമ്മളെ സെൽഫ് സർവീസ് ആണ്. തട്ട് സ്റ്റൈലാണ്. ഇവിടെ ബില്ല് അടിച്ചു കഴിഞ്ഞാൽ ബില്ല് പ്രകാരം സാധനങ്ങൾ തരും. ഇവിടെ മുമ്പ് ടോക്കൺ ആയിരുന്നു. ടോക്കൺ മാത്രം കൈ കൊടുത്ത് നിങ്ങൾ ആ സാധനം പറയുമ്പോൾ ടോക്കൺ കൊടുക്കുമായിരുന്നു. ഇപ്പൊ ടോക്കൺ നിർത്തി. ഇപ്പൊ ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ബില്ലടിച്ചു തരും. ആദ്യം ബിൽ പേ ചെയ്യണം, എന്നിട്ട് അവിടെ കൊടുക്കണം. സെൽഫ് സർവീസ്. അത് സർവീസ് ചെയ്യാനുള്ള ആൾക്കാർ നമ്മുടെ കയ്യിലില്ല. ഒരു ക്ലീൻ ചെയ്യാനുള്ള ബോയ് മാത്രമേ പുറത്തുനിന്നുള്ളൂ. ബാക്കി എല്ലാം കുടുംബത്തിലുള്ള ആൾക്കാരാണ് ഇതിന് വർക്ക് ചെയ്യുന്നത്. ഇവരൊക്കെ ഇവർക്കൊക്കെ 36 പേർക്കും കൊടുത്തിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതേപോലെ ദോശ കണ്ടുപിടിച്ച് ദോശയുടെ എല്ലാ പേരുകളും ഉണ്ടാക്കിയത്. ചേട്ടനാണ് ഈ ദോശ ഐഡിയ കൊണ്ടുവന്നത് റോട്ടിലോട്ടേക്ക്. അപ്പൊ നിങ്ങളൊക്കെ ദോശ ഉണ്ടാക്കുമായിരുന്നോ? എല്ലാവരും ഉണ്ടാക്കും. ആണോ? നിങ്ങൾ ഇപ്പൊ ഉണ്ടാക്കാറില്ലേ? ഇപ്പൊ എല്ലാം പിള്ളേർക്ക് ഇട്ട് കൊടുത്തു അല്ലെ? പിള്ളേരാണ് ഫുൾ തകർക്കുന്നത്. അപ്പൊ ചേട്ടാ നമ്മളൊന്ന് പോയി നോക്കട്ടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, കാണിച്ചു തരാൻ പറ്റില്ലേ? ശിവാനന്ദ ഭായ് തട്ടിൽ കുട്ടി ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലല്ല, ദേവാനന്ദ ഭായ്. ഓക്കെ, ദേവാനന്ദ ഭായ് ഇപ്പൊ തട്ടിൽ കുട്ടി ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതൊരു ദിവസം നിങ്ങൾ കൂട്ടുകൊണ്ടത് എപ്പോഴെങ്കിലും തികയാതെ വന്നാലൊക്കെയോ അങ്ങനെ വരുമോ? എക്സ്ട്രാ ഉണ്ടാവുമോ? ഈ കൂട്ടുകാരെ ഉണ്ടാക്കുന്നത് അത് പറഞ്ഞ ആരാ ഉണ്ടാക്കുന്നത്? എല്ലാരും കൂടി. അപ്പൊ വീട്ടിൽ തന്നെ ഈ അരപ്പൊക്കെ വീട്ടിൽ തന്നെയാ? എല്ലാ വീട്ടിൽ തന്നെ. എങ്ങനെയാ കൂട്ടുണ്ടാക്കുന്നത്? ഇന്നത്തെ ഏത് ദോശയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓർഡർ ചെയ്തത്? ഏറ്റവും കൂടുതൽ എഗ് ദോശ, പിന്നെ എഗ് ഓണിയൻ. ഒന്നിനും പറയാൻ പറ്റില്ല. അത് എല്ലാ ദോശയും അങ്ങനെ ആവശ്യമായിട്ട് പോകുന്നതാണ്. ഒരു ദോശ മാത്രം എടുത്തു പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എല്ലാവരും ഫാമിലി ബിസിനസ്സിലോട്ടേക്ക് തന്നെ വന്നു അല്ലേ? അതെ. നിങ്ങൾ ആർക്കും എന്താ പറയാ വേറൊരു ദോശക്കട തുടങ്ങണം അങ്ങനെ ഐഡിയ ഉണ്ടായിരുന്നു? വേറെ ദോശക്കട ഞാൻ ഇത് തന്നെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ മതി എന്നുള്ളതാണ്. ഈ കല്ലില്ലേ നിങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞുണ്ടാക്കണ കല്ല പറ്റോ? ആണോ? ഉരുക്കിന്റെ പ്ലേറ്റോ? ഓ അത് ശരി. ഇതെങ്ങനെ എപ്പം മാറ്റും? ഇങ്ങനെ 2 കൊല്ലം? അപ്പൊ ശരി, ഹുമ്മാനായി ബൈദോസ് ആരോ കണ്ടുപിടിച്ചേ? ആരാ ചേട്ടാ? ഉമ്മാൻ ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു ദോശ ആവണത് സ്പൈസി ദോശ വേണമെന്ന് എല്ലാവർക്കും പ്രിയ ഒരു സ്പൈസി ദോശ വേണമെന്ന്. അങ്ങനെ ഉമ്മാൻ ദോശ ഉണ്ടാക്കണത്. അത് മസാലയാണ്. മസാല എല്ലാം വീട്ടിൽ ഉണ്ടാക്കാം. പുറത്തൊന്നും ഒന്നുമില്ല ഇവിടെ. അതെന്താ ഓയിലാടുന്നത്? സൺഫ്ലവർ ഓയിൽ, റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ. എനിക്കൊരു ടിഷ്യൂ
പോകും അല്ലേ? ആ അപ്പൊ ദോശ പൊട്ടി പോകില്ലേ? ഇല്ല ഇപ്പൊ ഇതെന്തായി കാഞ്ചീപുരം ഇത് കാഞ്ചീപുരം മസാലയാണ് ഇത് പാർസലാണ്.